രാജീവ് ഗാന്ധിന്റെ മകൻ രാഹുൽ ഗാന്ധി പ്രിയങ്കിയാണ് മീറ്റിങ്ങളെ മക്കള്. അനിജ് പറഞ്ഞ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തമ്മ പരിപാടി? നല്ല ഉണക്കമീൻ കിട്ടുന്ന്, തളമീന് അല്ലേ? തള, നമ്മളിവിടെ തള എന്നാ പറയാ. ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ ഇന്നലത്തെ ചേമ്പ് കറി ഉണ്ട് അല്ലേ? അപ്പൊ കറി അത് മതി, ഉണക്കമീനും പിന്നെ ഉപ്പേരിയും വെച്ചിരിക്കണം. ആരടാ? ഹലോ, ഇജ്ജ് നമ്മളെ കരിമ്പ് ഇവിടെ കുഴിച്ചിട്ടീനി, എവിടെയാണത്? അത് പിന്നെയും പോന്നു അറിഞ്ഞോ? എവിടെ കുഴിച്ചിട്ടേ കരിമ്പടെ? ആ, എന്താ അവിടെ കുഴിച്ചിട്ട് എടുക്കല്? അതിന് കുയ്യ് നല്ലോണം കുത്തണേ, കുയ്യ് നല്ലോണം കുത്തണം, എന്നെങ്കില് അവിടെ നിക്കുള്ളൂ, അല്ലെ മറിഞ്ഞു പോകൂലേ. ഇന്നെന്താ സ്കൂളില്ലാഞ്ഞ പറഞ്ഞു കൊടുത്താ? പരിപാടി കലോത്സവം വേറെ സ്കൂളുകാരെ വരുന്നേ, അപ്പൊ ഞങ്ങൾ സ്കൂളിലത്തെ ആൾക്കാർ വരണം. നമ്മളെ തത്തമ്മന്റെ പേരെന്താ? മിട്ടു. പേരിങ്ങനെ പറയാന്നല്ല, നമ്മള് വിളിച്ചലൊന്നുമില്ല. ചിക്കു ചെറുപ്പത്തില് 350 ഒരു കിലോ ഇറച്ചിക്ക്. അമ്മായിന്റെ അവിടെ എത്ര? 300. നമ്മളവിടെ എത്ര ആയിക്കണ? 350. പറ, ഇറച്ചിക്കൊക്കെ പെരും വിലയാണ് അല്ലേ? എന്താ ഈ തത്തമ്മ നമുക്ക് എന്ന് കിട്ടിയതാ? ഇറച്ചി കഷ്ണായപ്പോ കിട്ടിയതാ, കണ്ണൊന്നും കീറിയിട്ടില്ല. ഇനി 2 എണ്ണം ഉണ്ടേനില്ലേ? അത് പിന്നെ ഒന്ന് ചത്തു, ഒന്ന് പിന്നെ നമ്മക്ക് ത്രായി, പക്ഷെ ഒരു കാലില്ല. ഇത് ഇന്ന മാത്രം കൊത്തൂല, ബാക്കിയുള്ളവർ കൊത്തും. ഇനി കൊത്തൂല, അതുപോലെ കൂട്ടിലിട്ടാലാണ് അവൾക്ക് ദേഷ്യം കൂടുതലും ഉണ്ട്. അപ്പൊ നമ്മള് കൊത്തുണ്ട്. ഞാനൊക്കെ ലാബ് പഠിച്ചാൻ പോയെന്നുണ്ടല്ലോ, ഈ തത്തമ്മനെ ഞാന് ബാഗിൽ ഒരു പെട്ടി വാങ്ങിക്കണം, ആ പെട്ടിയിലിട്ട് കൊണ്ടുപോകും. എന്നിട്ട് പാലും കാച്ചി കൊണ്ടുപോകും, സിറിഞ്ചിൽ കൂടെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇറച്ചി കഷ്ണങ്ങളല്ലേ, കുഞ്ഞുമ്മ പണിക്കും പോകും, പിന്നെ ഉമ്മാക്ക് നോക്കാൻ അറിയില്ല. അങ്ങനെ നോക്കി ഉണ്ടാക്കി വലുതായതാണ് ഈ തത്തമ്മ. കാരണം അവൾക്ക് കുഞ്ഞുമ്മ പണിക്ക് പോയെന്ന് മരത്തുമെന്ന് കിട്ടിയതാ, മരം വീണില് അങ്ങനെ അന്ന് കിട്ടിയതാ. 3 എണ്ണം ഉണ്ടേനി, ഒന്ന് അപ്പ ചത്തു, പിന്നെ ഒന്ന് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഇടയിൽ ഒന്ന് ചത്തുട്ടോ. പിന്നെ ഇതിനെ കിട്ടി കുറച്ചായപ്പോത്തിന് ഇതിന്റെ കാലൊന്ന് പൂച്ചയില് എന്തോ കൂട്ടിന്റെ ഉള്ളിൽ കൂടെ വന്ന് വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെടുത്തൊക്കെ കൊണ്ടുപോയി, മരുന്നൊക്കെ കരിയാല മരുന്നൊക്കെ വാങ്ങി, ഒക്കെ ശരിയായി. പക്ഷെ കാല് വന്നില്ല, കാല് പോയി. ഒറ്റക്കാലില്ല തത്തമ്മയാണ്. ഇതിനെ വിട്ടാഞ്ഞ് വല്ല ജന്തുക്കളും പിടിച്ചോണ്ട് പോകുക എന്നല്ലാതെ നമ്മൾ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്ക. കളിപ്പിച്ച അതിനെടുത്ത് നോക്ക് പാറപ്പോ. നമ്മള് കൊറേ ആയി എടുത്തിട്ട്. പാറുണ്ടല്ലേ? ഫസ്റ്റ് എടുത്തപ്പോ ജമീലാത്തന്റെ ബന്ധു നോക്കുകയാണ്. എന്ന് എനിക്ക് വറ്റ് പണ്ട് നമ്മളെ മൂക്കിന്റെയും ഈ തൊണ്ടന്റെ രണ്ടിന്റെ അടിയില് തരിപ്പ് പോയത്. ഞാനോട് വലിച്ചിലൊരു വറ്റണ്ട് കേറിക്ക് എന്തോ ആണ്. നിലമ്പൂര് പോയി, എന്താ എക്സ്റേ എന്തോ സ്കാനിങ് എന്തൊക്കെ എടുക്കണം പറഞ്ഞ്. ഞാൻ പിന്നെ മൂക്ക് വലിച്ച് എങ്ങനെയോ പിന്നെ പോയി. അവിടുന്ന് ഒരു മരുന്നും തന്നൂലേ അമ്മ? വെള്ളത്തില് കുലുക്കുയ്യാന്, ചൂടുവെള്ളത്തില്. എന്താ ഇനി പരിപാടി? ചോറും കൂട്ടാനൊക്കെ വെച്ചിങ്ങാട് എന്തോ പരിപാടി ഉണ്ട് നിങ്ങള്. കൊറേ ആയില്ലേ ജനാലും വാതിലൊക്കെ തോത്തണം പറഞ്ഞിക്കണ്. അതിലൊക്കെ തോത്തി ജനാല്. നമ്മളവിടെ ആകെ പൊടിയല്ലേ, പല്ലിൻ്റെത്, അതേപോലെ പല്ലിക്കാട്ടുണ്ടാവും ഇഷ്ടം പോലെ. പല്ലി അതിനെന്തേലും ഒരു വൈ ഉണ്ടെങ്കിൽ പറയും. എന്താ നമ്മളെ മറ്റേ ഇല, എന്തല്ലേ, കഞ്ഞിക്കുറുക്കൻ്റെ ഇല, ആ വെക്കാൻ പറഞ്ഞു. വെച്ചിട്ടും ഉണ്ടാവുന്നുണ്ട് പല്ലി. ആകെ പൊടിയും സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഒന്ന് നനച്ച് നോമ്പിന്റെ ടൈം തുടച്ചതാ. അപ്പൊ ഒന്നമ്മ തുടക്കാൻ നിക്കാണ്. ഇന്നലെ മിഞ്ഞാന്നറ്റേ കുറച്ച് പരിപാടി കഴിച്ചിക്കണം.
അതിൻ്റെ ഇടയിൽ ഒന്നും പാടാണ് ബാക്കി. നോക്കി കോളി ഇന്ന് മയക്കാറുണ്ടോ? മഴ നിന്നിട്ടില്ലല്ലേ. ഇപ്പൊക്കെ അവിടെ ഇരിക്കണ്ട്. ഇപ്പാന്റെ റൂമാണ്. ഇപ്പൊ അടച്ചു പൂട്ടിയിട്ടു റൂം. ഇപ്പാന്റെ മണിയറ. ഇപ്പൊ പോള് ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടേ എല്ലാം അടച്ചു പൂട്ടി അപ്പ കിടക്കല്. നല്ല മയക്കാറുണ്ടല്ലോ അമ്മാന്ന്. എന്തെങ്ങനെ മയക്കാറ്? മഴക്കാലം കഴിഞ്ഞിട്ടില്ല. മഴ പെജ്ജുന്നേക്കും. ഇനി ബക്കറ്റും സാമഗ്രികളൊക്കെ കൊണ്ടുവരി. പൈപ്പൊന്നും വേണ്ട, കഷ്ണായിട്ട് തുടക്കുകയാണ്. അതുകൂടെ ഒക്കെ വെള്ളാവൂലേ? ഇപ്പൊ നീച്ചുണ്ടോ? ഇപ്പൊ നീച്ചല്ലേ? അവിടെ ഇരിക്കേ. നീച്ചല്ലിപ്പാ. ഇതെന്താ ഇപ്പൊ അവിടെ ഇരിക്കേ. ഇമ്മ തുടക്കാണ്. ഇനി അയില വരണ്ടേ? അവിടെ ഇരിക്കേ. അപ്പൊ ഉമ്മ പണി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അതെന്താ നല്ല മണം ഉണ്ടല്ലോ. എന്തായിക്ക് പറഞ്ഞേ? ആ ഷാമ്പൂല്ലേ. പിന്നെ മേലൊക്കെ എത്തൂലല്ലോ നിങ്ങക്ക്. അപ്പൊ എന്താ കിട്ടുക? മക്കളോട് ആറിയതൂനോട് കേറാൻ പറഞ്ഞാ മതി. നിങ്ങള് കണ്ടോ കേറിക്കോളൂ. അടി ഞാൻ തോത്തിയാ മതില്ലേ? മറ്റോ തോന്നിക്കോളും. എന്തുവാ? 10 ഉറുപ്പ്യ ഉണ്ട്. പൈസ കൊടുക്കാതെ കുട്ടികളൊന്നും ഒരു പണി തരില്ല. എന്താ പിന്നെ? പൈസ കൊടുക്കാൻ മുന്നേ വേണം. ഇപ്പൊ നാളെ തോത്തിയതല്ലേ മേലൊക്കെ തോത്തി. മേളാച്ചമ്മോടൊക്കെ തോത്തിക്കണേ. എങ്ങനെ ഉണ്ടോ ഇതോ? അതിന്റെ മേലെ തോത്തി. എത്ര ഉറുപ്പ്യന്റെ കരാറാമ്മ? എത്ര ഉറുപ്പ്യന്റെ? അത് അടച്ചിട്ട് ഈ സൈഡത്തെ അല്ലേ നീ അവിടെ തോത്തി. മേലെ ആ സൈഡത്തെ ഒന്നുണ്ട്. മറ്റേ സൈഡിലോ? അങ്ങേ ഭാഗത്ത് അതിന്റെ കജ്ജൊക്കെ തോത്തി. എല്ലാ കോണിലും തോത്തണ്ട. കോണ് അങ്ങനെ. ഞാൻ മേലെ ഈ ചില്ലല്ലാത്ത മറ്റേ ആക്കണ മരം അങ്ങനെ ആ മരവും തോത്ത്. ആ മേലത്തെ മരം ഈ സൈഡ് തോത്തി. മതി മേലൊക്കെ കളർ കാപ്പി കളർ ഫുള്ള് തോത്തി. അങ്ങനെ 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 പണി ശരിക്കും എടുത്തോട്ടോ. കൂലി അറിയണ്ട്. ചൊഗിനെടുത്തോ? ബംഗാളി പണി ആവണ്ട. ഇവിടെ തരുമല്ലോ അമ്മ. എടുത്തൊടുക്കൂലേ? ജനാല തുടച്ചെടുക്കൂലേ? നല്ല മയക്കാറ്. നട്ടുച്ചക്ക് മറ്റേ പെരും വെയില. പാറ്റുണ്ട്. തുണിയാളുണ്ടല്ലേ നമ്മളത്? കളപ്പണിയൊന്നും കൊടുക്കല്ലോ ഇത്. ആ ചൊക്കിന് ഓന്റെ പരിപാടി എളുപ്പുണ്ട്. ദാ പോണു ദാ ഒന്ന് പുറം തോത്ത്. ഉള്ളും തോത്ത്. ഉള്ളു തോത്ത്. ഇങ്ങിട്ടാ തോത്തി കുറച്ച് അങ്ങോട്ട് തോത്തിയാ മതി. മേലക്ക് ഇനി മറ്റേത് ഇതേ മൈ തോത്തി. എത്രോടൊക്കെ തോത്തിട്ടുണ്ട്. വിയർത്ത് കേട്ടോ. ഇവിടെ തോത്താ മതി. ഉള്ളു എടാ എന്തേലും പറയടാ. പറയടാ. ഓ പണിയിലാണ് മുണ്ടൂല. ഇത് തോത്തിയോ? ഈ ജനല് അടി കച്ച നോക്കിക്കൊണ്ട്. ആ മേലത്തെ കമ്പിയാളോ? അവിടെയൊക്കെ മണ്ണുണ്ടാവും. കമ്പിയൊക്കെ എന്തായാലും തോത്തിക്കണം. ഓ നിക്കണ വാഗേ കളർ മാറ്റം ഉണ്ടല്ലോ.
നീ ജനൽ കേട്ടോ ഇത് നോക്കണം ഇങ്ങോട്ട് ഇവിടെ ഇരിക്കും മുട്ടി പിടിച്ചിട്ടുണ്ടാ ഇജ്ജ് മരത്തുമ്മന്ന് ഉഗു ഇറങ്ങിക്കോ വേറെ എവിടെ ചെന്ന മൗഗ്ലിയോ മരത്തുമ്മ കയറി തിന്നാനി അറിയിക്ക എന്താ കൂട്ടാനും പുളിച്ചയ്യോ ഉഗുട്ടോ ഇറങ്ങി കടന്നോ അവിടെ ഇരുന്നോട്ടപ്പാ ഞാണ്ട് ഞാൻ തോറ്റിക്കോട്ടെ അപ്പൊ ഇവിടെ തോന്നിയിട്ടില്ല ആ അവിടെ തോറ്റിട്ടില്ല അതിന്റെ ആ മേലക്കൊക്കെ തോറ്റിട്ടോ മേലക്ക് തോട്ട് മേലക്ക് അതിന്റെ അടിയിലൊക്കെ അതിനെ പറയുന്ന കള്ളപ്പണിയാണ് കൂലി ചോക്കിന് മാ കൂലി ചോക്കിന് കൊടുക്കണ്ട കള്ളപ്പണിയാണ് ഇവർക്ക് തോട്ടത്തേക്ക് മേലെ മാത്രം യാതൊരു മക്കിട്ടു ഇപ്പൊ അവിടെ പണി ഉണ്ടാക്കട്ടോ വിഗ് നമ്മളീ മരാകെ വളർന്നു നല്ലോണം വളർന്നിരിക്കുന്നു ഇപ്പൊ തണൽ മരം ഇങ്ങോട്ട് വേണ്ട കുട്ടി ഇങ്ങോട്ട് അച്ഛമ്മ തോട്ടി അതിനെ തോട്ടി നമ്മളെ ഈ തെങ്ങ് 2ാം കൊല്ലാണ് എന്ന് പറഞ്ഞ് കായ്ക്കും പറഞ്ഞ് തന്ന വാങ്ങിയ തെങ്ങാണ് പക്ഷെ ഇത് 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിയാനായിട്ടുണ്ട് ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല ഞാനും സമനിയും നാളെ സ്കൂട്ടിമ്മ പോയണ്ടേ 2 തെങ്ങ് മുന്നിൽ വെച്ച് കൊടുന്ന അതാണ് ഒന്നിതും അങ്ങേ ഭാഗത്തുണ്ട് നല്ല രസമായിനി പറക്കുന്തളിയിൽ ദിലീപ് ബസ്സിൽ വരൂലേ വായന്റെ തണ്ടും ഒന്നായിട്ട് ബസ്സിൽ മൂടി പോച്ചിന്ന മാതിരി ഞങ്ങൾ ബസ്സിൽ അല്ല ഈ വണ്ടിമ്മ പോന്നീന് തെങ്ങുണ്ട് തോറ്റാണേ തോറ്റു ഇതും കഴിഞ്ഞു ഞാൻ പച്ചയായിട്ട് നോക്കിട്ടാ അവിടെ ഇറങ്ങി പോരാ കുരങ്ങൻകുട്ടിയാള് തിന്നണായി തിന്നണോക്കിയ ഫിദാന് എവിടെയും പിടിച്ചിട്ടില്ല പുകൂല ചങ്ങായിയെ പുകൂലേ എന്താണെന്നു മേലെ ഫുള്ള് തോട്ടേ ഭാഗത്തത് തൊടയൊക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ എത്തിക്കണം ഇന്ന് കഴിയൂലമ്മ നമ്മളെ ഈ മാങ്ങമാരം ഒന്നായിട്ട് പെരന്റെ മേലക്കാലേമ്മ വളഞ്ഞിക്കണ് കാരണം എന്താ വെച്ചാൽ ഈ തെങ്ങ് വളഞ്ഞങ്ങാണ്ട് അങ്ങോട്ട് പോയിക്കാണ് നമ്മളവിടെ ഒരു എന്താ ഇവിടെ എന്തിന്റെ മരം ഇനി മാമക്ക് ഇരുളിന്റെ മരം ഇവിടെ ഉണ്ടേനി അപ്പൊ അതിന്റെ ഇതുകൊണ്ട് കാനലുകൊണ്ട് തെങ്ങ് വളഞ്ഞ് നേരല്ലേ ഈ തെങ്ങ് നിക്കണ് കടന്നാ നിക്കണ് അപ്പൊ അങ്ങോട്ട് പോയി ഇപ്പൊ കുറച്ച് ഇങ്ങോട്ട് നേർന്നിക്കാണ് അപ്പൊ തെങ്ങിനെ പേടിച്ചാണെങ്കിൽ ഈ മൂച്ചി പെരമക്കുമാണ് വളഞ്ഞുത്തിക്കണേ മുകണ്ടതുവാ കുടിച്ചോ അല്ലേ തന്നെ വീണീന്റെ ക്ഷീണം മാറിയിട്ടില്ല ഇപ്പൊ എന്താ മുണ്ടാതെക്കണ് പണിയെടുക്കല്ലടി കുട്ടി എന്റെ തോന്നിയതാവും നാളെ ഒന്നില് തോട്ടി കാട്ടറാണ് കാട് തമ്മിലാണ് കളിച്ചാൻ പോയി ഇപ്പൊ കളിച്ചാൻ ആരുമില്ല അതുകൊണ്ട് കിട്ടി അല്ലേ പോനെ കിട്ടുവോ ഇനി അങ്ങേ ഭാഗത്ത് ഉള്ളിൽ 2 ജനാലുണ്ട് അല്ലേ ഈ അടുക്കളുടെ അവിടെ ആയിട്ട് സ്റ്റൂളിട്ട് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കൊട്ടില്ലേ എന്താ എനിക്ക് പറയാല്ലേ എടാ എന്താ എനിക്ക് പറയാല്ലേ
പറയ്. എന്ത് പറയാൻ? വഴിക്കന്നെടാ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു അല്ലേ. പണി ഒരുവിധമൊക്കെ ആയി. അതിൻ്റെ ഇടക്കാണ് ഇപ്പാൻ്റെ കാലിന് നീര് ശ്രദ്ധിച്ചു കേട്ടോ. കാലിന് നല്ല നീരാണ്. തൂക്കിയിട്ട് കടന്നിട്ടേ എന്തപ്പോ നിങ്ങാത്ത അധികം കാണയിട്ടാ. കാലിന് നല്ല നീരുണ്ട്. അപ്പം അമ്മ അവിടെ എന്തോ കുഗ്ഗപ്പൊടിയോ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുഴിയുണ്ടായി. കുഗ്ഗപ്പൊടി കുടിച്ചാ മാറൂലപ്പാ. മോടെ കുഗ്ഗപ്പൊടിയൊക്കെ അടുപ്പത്ത് വെച്ചിക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണ്ട, അടി പിടിച്ചൂലേ. കുഗ്ഗപ്പൊടി ഉണ്ട്. പിന്നെന്താ ഇപ്പോ വേറൊരു എന്താ ബാർലി വെള്ളല്ലേ നീര് പോകാന്. മരുന്നിനെ കൊണ്ടുവന്നിട്ട് തന്നെ മാനും പോന്നിട്ടില്ലേ. ഞാനും ഇതും പോയി. എവിടുന്നാടാ പോയി വരുന്നിപ്പോ? അങ്ങാടി കൂടെ ഒന്ന് കറങ്ങാൻ. പുതിയ കട ആ കടേ ആനക്കല്ലോ അതല്ലോ. ടീച്ചർമാരൊക്കെ വരണ്ട നേരം ആ കൊറച്ചായ കടയല്ല, പെട്രോൾ പമ്പിന്റെ നേരെ അപ്പുറത്തല്ല. ഇപ്പൊ കുറച്ച് അങ്ങോട്ട് ഇറക്കി കൊടുത്ത് ലൈറ്റ് ഒക്കെ അത് നമ്മള് പോകുമ്പോ ഞങ്ങൾ പമ്പൊക്കെ ഇപ്പൊ കുറച്ച് വലുതാക്കിയതുള്ളൂ. അവിടെ ഏത് നേരം കച്ചവടമാണ്. ഇവിടെ കച്ചവടം എന്താ തിന്നേ? തന്നു. പിന്നെന്താണ് സാധനം? പുയിങ്ങിയ മുട്ട എന്നാണ് പുയിങ്ങിയത്? ഞങ്ങൾക്ക് കൊടുത്തിക്കണോ? പിന്നെ എന്താ കൊടുത്തിക്കണ്? മുട്ടയൊക്കെ ഇട്ടുങ്ങാണ്ട് എന്താ സാധനം പിന്നെ കോളിഫ്ലവർ പൊരിച്ചത്, കോൺഫ്ലോർ പൊരി, കാടമുട്ട മറ്റേ ഇതാക്കിയത്. പിന്നെ വേറൊരു സാധനം അല്ലേ, എന്താണ് അതിന്റെ പേര്? ഉന്നക്കായ ഉള്ളിക്കിട്ടുക. ആ ഇതെന്തായിട്ട് ഇതിന്റെ പേരെന്താ? മുട്ട ബജിറ്റ് എല്ലാരും ഞങ്ങൾ മുട്ട വെച്ചീനെ കട്ലറ്റിന്റെ ഒരു ഇതും ഇത് കട്ലറ്റ് ആണ്. എന്താ അറിയില്ല. മുട്ടന്നല്ലേ മറ്റേ തിന്നളേ തിന്ന ഞാൻ എന്തൊക്കെ തിന്നട്ടോ. കുട്ടിക്ക് തൂക്കം വേണം. തൂക്കം ഉണ്ടാവും. തൂക്കം ഉണ്ടാവും അത്രയും പള്ളല കുട്ടി 3 കിലോനാ. 3 കിലോ. പിന്നെ വിളിച്ചോ ഞാൻ ഇന്നപ്പോ വിളിച്ചിട്ടില്ല. പിന്നെ പരിയിടക്ക് പോയോ വെച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഒരു പറഞ്ഞിട്ടില്ല. നമ്മളാ പാപ്പാന്റെ കുട്ടിയില്ലേ, ആൺകുട്ടി അല്ല ആൺകുട്ടി പെൺകുട്ടി എന്നെല്ലാരും പറഞ്ഞു. ആൺകുട്ടിയെ ഓളെന്നെ അറിഞ്ഞു പെൺകുട്ടി. എല്ലാരും പെൺകുട്ടിയാന്ന് തന്നെ എന്തിനാണാവോ അതൊക്കെ ടൈമിലിട്ട് ഇതാക്കാനോ എല്ലാ കുട്ടികളും കാട്ടിക്കൊണ്ടാവും. അമ്മക്ക് അതിന് ഇന്നലെ പരിപാടി. അതിലേ ഫിദാന് എടുത്തതൊക്കെ പെൺകുട്ടി. അത് പെൺകുട്ടി ചാടിക്കാഴ്ച ഫിദാൻ എന്തൊരു സന്തോഷം. ഭയങ്കര സന്തോഷം. പെണ്ണല്ലേ പെണ്ണല്ലേ പെണ്ണല്ലേ. 29-ാം വയസ്സിൽ എന്തുട്ടിക്കാരമ്മ അമ്മായി ഒത്തിരാൺകുട്ടിയേക്കാരൻ. ഒറ്റയിലാൺകുട്ടിയാ? ഒറ്റയിലാൺകുട്ടി. ഒറ്റ വയസ്സിൽ ആൺകുട്ടി, ഇരട്ട വയസ്സിൽ പെൺകുട്ടി. മനസ്സിലായില്ല. അങ്ങനത്തെ അങ്ങനെ 27 ആൺകുട്ടിക്കോ 29. അപ്പൊ 5 ഇപ്പഴല്ലേ 29 ആയത്. 28 ഫെബ്രുവരിയിലാണ് ഇച്ച് 28 കഴിഞ്ഞ് 29 ചാടി. മാർച്ചില് പള്ളിയിലായി. അപ്പൊ എന്തുട്ടിയാ? കുട്ടിയതായാലും വേണ്ടില്ല, നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. കണ്ണൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഉണ്ട്.
പള്ളിയൊക്കെ ഉണ്ട്. അതല്ലേ ആദ്യത്തിലൊക്കെ ഹലോ തിന്നീനോ അപ്പൊ അത് തിന്നതാണോ തീറ്റയുണ്ട് ചീറ്റി പറഞ്ഞ് തിന്നണട്ടോ റിദൂസില്ലേ, റിദൂസിന്റെ ഡേറ്റ് തന്നെ ദിനും. റിദൂസ് മാർച്ച് 20 തന്നെയാണ് ഉണ്ടായത്. ജനുവരിയിൽ തന്നെയാണ് ഡേറ്റ് പറഞ്ഞത്. പക്ഷെ ജനുവരിയിൽ ഡേറ്റ് പറഞ്ഞിട്ടോ നിൽക്കാതെ ഒക്ടോബറിൽ ഇപ്പൊ ഈ മാസം ഇപ്പൊ നമുക്ക് ഇതേതാ ഒക്ടോബർ നവംബർ അല്ലത് കഴിഞ്ഞ മാസം പ്രസവിച്ചു. അതേ സെയിം തന്നെ ഇതും വർഷത്തിൽ മാറ്റം ഉണ്ട്. ജനുവരിയിലെ ഇനി ഋതുവിന് ഡേറ്റ് പറഞ്ഞീനെ മാർച്ച് തുടങ്ങിയാണ്ട്. ആ അപ്പൊ ഓന്റെ വികൃതി ഒന്ന് പറഞ്ഞ ഋതു പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കാതെ പോന്നതാണ്. അല്ല ഈ പറയപ്പെട്ടവരൊക്കെ നല്ല കുട്ടിയാണ്. ശനിയാഴ്ച ഞായറാഴ്ച ആകല്ലേ അറിഞ്ഞോണ്ട് കാര്യം ഞാൻ ഇപ്പൊ പാവങ്ങളാണ് കണ്ട കിടക്കണ്. ഈ കുട്ടികളിപ്പോ ആരെങ്കിലും കണ്ടാല് പാവല്ല പറയാ. ഫാൻസാളൊക്കെ അനു മോനിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ. പിന്നെ 22 വയസ്സായില്ലേ? എന്നാ കല്യാണം? 25 വയസ്സാണ്. ഈ മാസോ 25ആയോ? സിനൂന് 26. നിങ്ങളൊരു വയസ്സിന് മാറ്റുള്ളൂ. ഒരു വയസ്സിന് മാറ്റുള്ളൂ. ഞാനും എന്നാ കല്യാണം? കണക്ക് ശരി തന്നെയാണോ? ഞാൻ 26 11 2000. അപ്പൊ കണക്ക് ശരി തന്നെയാണ്. 25 വയസ്സാണ്. അത് 24 ആണോ? അല്ല 25 കൂട്ടി നോക്ക്. 2000 2000 അന്നാ 25 വയസ്സ്. 2025 ഷംന 2022. 3 ഷംന 2002. 2000 കെട്ടിയത്. ഷെഫീഖോ 1999. ഇജ്ജ് 2000. രണ്ടാൾ ഒരു വയസ്സിന് മാറ്റും. ഇതൊക്കെ തന്തയിക്കണ്. ഇപ്പോൾ കുട്ടിയെ നടക്കുക വെറുതെ അല്ല കുട്ടികളെ കണ്ടാ പിന്നാലെ കൂടി കാട്ടണ്. അതാണ് സിനു എന്താ അറിയോ ഫെബ്രുവരിയിലാണ് ഫസ്റ്റില് കൊല്ലം വയസ്സേക്കണം. പക്ഷെ നമ്മക്ക് നമ്മളെ വയസ്സ് കണക്കൂട്ടിയാല് കണക്ക് കൂട്ടുമ്പോ ഒരു പേടിയാ. പിന്നെ നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കൂല അല്ലേ? നമ്മളെ മനസ്സിൽ ഇപ്പോൾ നമുക്ക് പ്രായമില്ല. അതെല്ലാവർക്കും അനേക്കാരം. ഉമ്മമാക്ക് എത്ര വയസ്സായി പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അറിയില്ലല്ലേ? ഓല് ചായ കുടിച്ചാൻ പോയതല്ലേ? ആ വോട്ടിന്റെതേ ആരെ പൂരിപ്പിച്ചും കൊടുക്കും ചോദിച്ചാലേ കറക്റ്റ് പൂരിപ്പിച്ചണല്ലോ. ഒരു വെട്ടും കുത്തൊന്നും പാടില്ല. രാഹുൽ ഗാന്ധിന്റെ സോണിയാഗാന്ധിന്റെ മാപ്പിളുടെ പേരാണ് രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധിയാണ് പിന്നെ രാജീവ് ഗാന്ധിന്റെ മകൻ. രാഹുൽ ഗാന്ധി പ്രിയങ്കിയാണ് ഈറ്റുകളെ മക്കള്. അഞ്ച് പറഞ്ഞ മൻമോഹൻ സിംഗ് അങ്ങനെയാണ്. ഇമ്മെന്താ അറിയണേ? രാഹുൽ ഗാന്ധിന്റെ അച്ഛനാണ് രാജീവ് ഗാന്ധി. അപ്പൊ ഗാന്ധി രാജീവ് ഗാന്ധിന്റെ പെണ്ണുങ്ങള് രാഹുല് പ്രിയങ്ക മക്കള്. അപ്പൊ അതൊക്കെ അപ്പൊ മൻമോഹൻ സിംഗ് ആരാ? അത് വേറെ ആരോ അല്ലേ? മൻമോഹൻ സിംഗിന്റെ ജവഹർലാൽ നെഹ്റു പിന്നെ അങ്ങനെയുള്ളവരാണ് മറ്റോരെ കുടുംബം. അക്കൊരു കുടുംബം നമുക്ക് ആരും അറിയില്ല. ആരിപ്പറിയാ? പാപ്പറിയാ ബാക്കിയിലൊരു കുടുംബാണ്. രാജീവ് ഗാന്ധിന്റെ പിന്നെ എന്താണ് മകനാണ് ഈ അറിയില്ല എന്താ രാഹുൽ ഗാന്ധി. ഞാൻ വിചാരിച്ചത് മൻമോഹൻ സിംഗിന്റെ മകനാണ്. അനിയാ നമ്മളൊക്കെ എടുത്തറിയണം. ഓർക്ക് നമ്മളിലേറെ എന്തുണ്ട്? ഓന്റെ അച്ഛനെ ആരും കണ്ടിട്ടില്ല. ഡിസംബർ 6-ാം തീയതിയാണ് ഓന്റെ അച്ഛനെ കൊന്നത്. ആരോ മാലത്തുങ്ങാട് രാജീവ് ഗാന്ധി ബോംബിട്ട് മാലന്റെ ഉള്ളില് ഒരു സഭയിന്ന് മാല പോയിട്ട്
അതല്ലേ ഇനി നമ്മളെ ചോദ്യം. അച്ഛന്റെ അമ്മേന്റെയും പേരെന്ത്? അച്ഛന്റെ അമ്മേന്റെയും പേരെന്ത് നമ്മമ്മക്ക് അറിയോ? ഇന്ദിരാഗാന്ധിന്റെ മകന് ആരാന്ന്? ഇന്ദിരാഗാന്ധിന്റെ മകൻ രാഹുല്. രാഹുലിന്റെ മകൻ എന്താണ് ചെക്കന്റെ പേര്? മകല്ല, രാഹുലിന്റെ അനിയത്തി പ്രിയങ്ക. രാഹുലിന്റെ അച്ഛന് രാജീവ്, അമ്മ ഇന്ദിരാഗാന്ധി. അച്ഛനെ തോന്നുന്നുണ്ട് ജവഹർലാൽ ആണ്. അതൊന്നല്ല, ആണ് ഓള് കുടുംബം തന്നെയാണ്. കുടുംബമായി കളി അച്ഛന്. ഉപ്പ് സത്യാഗ്രഹം ഓര് വേറെ ടീമാ. എനിക്ക് പെടുത്തണ്ട. എന്താ പിന്നെ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് ഇങ്ങനെ ദണ്ഡിയാത്ര പോയ ഫോട്ടോത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജവഹർലാലൊക്കെ ഉപ്പിന് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങള് പഠിച്ചത് ഉപ്പ് സത്യാഗ്രഹമാണ് ഞാൻ കടലിൽ നിന്ന് ഉപ്പ് എടുക്കാണ്. അല്ല മാങ്ങല്ല ഈ അല്ല, നമ്മളെ കുടുംബം എങ്ങനെയാന്ന് എല്ലാരും അറിഞ്ഞോട്ടെ. എല്ലാരും പൊട്ടന്മാരാണ്. പൂമോള് ഇന്നലെ വന്നീനി. ഓലോടെ പെയിന്റ് അടിയാണ്. അപ്പൊ അതിന് സാധനം അല്ല റൂമ് പെയിന്റ് അടിച്ചാണ്. ചിരിച്ചാ കൊരക്കാണ്. ഇനിയിപ്പൊ ചിരിച്ചാൻ പറ്റൂലെങ്കി എന്താ? ആ എന്താ കാട്ടാ മയ? ചിരിച്ചാ പറ്റൂലെങ്കി മോണ്ടന്റെ അനുവിന്റെ പരാതി എനിക്ക് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ അപ്പൊ ശരിയാണ്. ഇപ്പൊ പറയാണ് എന്നെ പറയുന്നു കണ്ണട വെക്കാനൊക്കെ ആലോചിച്ചേ. ഇനി കണ്ണട ഇട്ട് നടക്കേണ്ട അവസ്ഥ. തലവേദന കണ്ണെന്ന് വെള്ളം ഒഴിച്ച് ഫസ്റ്റ് ടൈം ഉണ്ടാവും. കുയ്യല്ലേ ഇങ്ങനെ കാലക്കുമ്പോ? അത് ഞാൻ അത് വേണ്ട, രണ്ട് തട്ടില്ല അങ്ങനെ ആകണ്ടായിരുന്നു. രണ്ടു തട്ടാണ് വാങ്ങില്ലേ? ഞാൻ പോയിട്ട് മനുഷ്യന് അങ്ങനത്തെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് പേരില്. ഞാൻ വച്ചിട്ട് തന്നെ അല്ല അത് വാങ്ങിക്കോട്ടെ പുകാൻ പോവുക. ഞമ്മളൊന്നല്ലേ ചവിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ല എന്താ നിന്റെ കാലിൽ ലിഗ്മെന്റ് ഇല്ല വെച്ച് അതും കൂടി ഇട്ട് പുകാൻ പറ്റാം. അല്ല പിന്നെ അപ്പൊ അത് ഒഴിവാക്കി. അതിപ്പാക്കി ഉറക്കക്കുറവും അതേപോലെ അങ്ങനത്തെ കൊണ്ടുപോയതാണ്. മറ്റോടത്ത് കൊണ്ടുപോയിട്ടില്ല. മറ്റേത് ആ നരമ്പിന്റെ ഗുളിക കുടിച്ചെന്നെ. അതിനിപ്പോ ഞങ്ങട്ടാ പോകുക നിക്കുക. ഒരു അംശവൈദ്യരുണ്ട്. പച്ചക്കറി എന്നാണോ നിങ്ങൾ കേട്ടിക്കണടാ? ഹംസവൈദ്യര് എന്നാളെ അതെവിടെയാണ്? എവിടെ സ്ഥലം ഇപ്പൊ ഇവിടെ ഈ എന്താ അതിന്റെ പേരെന്താ? ഗുരുവായൂര്. അതിന്റെ കുറച്ച് അപ്പുറമാണ് പറഞ്ഞത്. അവന് കാട്ടണം പോണെന്നുണ്ട്. പക്ഷെ ഫുള്ള് പച്ചക്കറി. ഒരു മീനോ ഇറച്ചിയോ പാലോ മുട്ടയോ ഒന്നും തിന്നാൻ പറ്റില്ല. അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ കുഴപ്പമില്ല ഇനി. പക്ഷെ ഞാൻ പെറ്റെടുക്ക ഇവിടെ അവിടെ ഒരു ഇതില്ലല്ലോ. അതാണ് അല്ലെങ്കിൽ വെറും പച്ചക്കറിയും തിന്നാൻ തീരെ മാറുകയാണെങ്കിൽ അതിന്റെ കാലിനൊക്കെ പറ്റും. അവിടെ മുറി ഉണ്ടല്ലോ, മുറി പൈത്ത അളിഞ്ഞ് കാല് മുറിച്ചാൻ പറയുന്നോല് വരെ വരുന്നുണ്ട്. എന്താ കാട്ടേണ്ടി വരും. അയാള് ഇതെല്ലാം മാറാരോഗം മാറുന്നുണ്ട്. പക്ഷെ പറയുന്ന രീതിയിൽ ഒന്ന് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഇന്റെ രീതിക്ക് നിക്കാൻ പറ്റുമോ? പച്ചക്കറി തിന്നാൻ പറ്റുമോ? എന്താ പത്യം പാലിച്ചാൻ പറ്റുമോ? നിങ്ങൾ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ കാര്യമില്ല. ഇനി സീന് വന്ന കല്യാണം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ കല്യാണത്തിന് വെക്കുക? ബിരിയാണി അല്ലേ? എത്ര പറയണ അത്രയും തിന്നാൻ പാടില്ല. അപ്പൊ സിനുവിന് കണ്ട
എന്താ കാട്ടുക ബിരിയാണി ഒക്കെ ഉണ്ട് അതാണ് 20,000 30,000 മരുന്നായി നമ്മള് വാങ്ങും. പക്ഷെ ഈ പത്യം പറഞ്ഞാ എത്ര ആള് തിരിച്ചു പോരുന്നുണ്ട് അറിയാം. ഞാൻ കരുതി മരുന്ന് മാറണ വരെയാണ് ഇത്രയും കൊല്ലപ്പോ പച്ചക്കറി മാത്രം പക്ഷെ രോഗം മാറ്റി തരുന്ന്. ഉറക്കമീനേലും തിന്നാൻ കളിച്ചോ നല്ലാണ്. അതന്നെ പറഞ്ഞു ഞാനോണ്ടേ അപ്പൊ പറയാ എന്റെ മക്കളുണ്ടോ പോയിന്റെ മണം കേട്ടോ സീന് പറഞ്ഞേ ഞാൻ നിക്കും. നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നിന്നൂടെ? അപ്പൊ ഞാൻ പറയാ നമുക്ക് കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് ബിരിയാണി വെക്കണ്ടേ? അതാണ് അത് ചോറ് വെക്കേണ്ടി വരും. എന്നാലും ഒരു മീൻകറി ഉണ്ടല്ലോ. അതല്ല അമ്മയെ, അല്ലെങ്കിൽ നമ്മള് ചോറ് വെച്ച് നമ്മള് തിന്നരുത് അങ്ങനെ വേണം. നമ്മള് തിന്നരുത്. കൂട്ടാൻ മക്കളൊക്കെ നിൽക്കോ എന്റെ മക്കളൊക്കെ മക്കളെ പൈസ കൊണ്ടേ കൊടുത്ത് കാത്തു തരും ചീത്ത. 6,000 ഉറുപ്പ്യ മുടക്കി അങ്ങോട്ട് പോയി വെറുതെ കണ്ടു പോന്നാ മതിയോ? ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. നിങ്ങള് നിക്കുവോ? ഞാൻ കൊറേ പറഞ്ഞു. അതേപോലെ ഒരു ചെക്കന്റെ മേത്ത് കൂടെ എന്തൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടായിട്ട് കുപ്പായ 5 കൊല്ലം ഇടയിരിക്കും. അതിനോട് ആ രീതിക്ക് നിക്കണോട് അതിന് കുറവുണ്ട്. മമ പോകുകയല്ലേ? ആര് ചെറുതോ? തല ചെറുക്ക് നോക്കിക്ക. കണ്ണിലൊക്കെ പൈപ്പുണ്ടോ? അത് തലവേദന എടുത്തിണ്ടേ. നമ്മള് പോവല്ലേ മാമ? സ്റ്റിച്ച് വെക്കാണ്ടാവൂലേ? ഇത് നാളെ കൊണ്ട് വെട്ടണം. ഉച്ചായിട്ട് തല കഴിട്ട് അതെ 5-6 പിരാന്ത് നിൽക്കണേ. തല നനച്ചിട്ടില്ലല്ലോ പറ്റൂലേ. എവിടെ കൊണ്ടോണം? ഇല്ല 2 ആയാ കൊഴപ്പല്ല. 1 ആയാലും അങ്ങോട്ട് വളയും. അപ്പൊ അന്ന് ടീച്ചപ്പോ കണ്ണടയൊന്നുമില്ലേ? അന്ന് വീണന്നോ? ഇല്ല വീണന്ന് കണ്ണടയൊന്നുമില്ല. കണ്ണട കെട്ടോട്ടം മാറ്റിയിട്ട് കച്ചുകാലൊക്കെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ നിറയണ്ടേ. വേദന എടുത്തിട്ടേക്കാരം. പോകുക ഒരു വീക്കം അത് കെട്ടുന്നുണ്ട്. ഞാൻ കെട്ടി കൊടുത്താലേ തുന്നാണ്. കെട്ടിപ്പോ കെട്ടിയതാണേ അതിങ്ങനെ പോ നിക്കണ്. സ്റ്റിച്ചൊക്കെ കാണും. സ്റ്റിച്ചിനൊന്നും കുഴപ്പമില്ല. നാട്ടുണ്ട്. അപ്പൊ എല്ലാരും കടി തിന്നട്ടെ. ഓര് പോയില്ല ബാ. ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.